So, hi guys, and welcome to today's current affairs top line by Geoid. സോ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ന്യൂസ് നമുക്കറിയാം, ഇറാനിലെ വളരെയധികം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ അമേരിക്ക നമുക്കൊരു 25% ടാരിഫും കൂടി നമ്മുടെ മേലെ ചുമത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് വി ആർ ട്രേഡിംഗ് വിത്ത് ഇറാൻ, റൈറ്റ്? സോ ആരൊക്കെ ഇറാനുമായിട്ട് ട്രേഡ് ചെയ്യുന്നോ അവർക്കെല്ലാം ഒരു 25% എക്സ്ട്രാ ടാരിഫും കൂടി നമ്മൾ തരുന്നതായിരിക്കും എന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. സോ ഇത് ഇന്ത്യനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. സോ ട്രംപ് ഈയിടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ റഷ്യയുടെ അടുത്ത് നിന്ന് ആരൊക്കെ ഓയിൽ വാങ്ങിക്കുന്നു അവർക്ക് 500% ടാക്സ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അല്ലേ? 500% ടാരിഫ് എക്സ്ട്രാ നമ്മൾ തരുന്നതായിരിക്കും എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് റഷ്യനെ ഒന്ന് ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കഴിഞ്ഞ വർഷം 2025 എനിക്ക് തോന്നുന്നു ഓഗസ്റ്റിലാണ് ഒരു 50% ടാക്സ് ഇപ്പോൾ നിലവിൽ നമ്മുടെ മേലുണ്ട്. ഇനി ഒരു 25% കൂടി നമുക്ക് തരും ഇപ്പോൾ. ഓക്കെ, സോ ടോട്ടൽ ഒരു 75% ടാക്സ് നമുക്ക് തരാനാണ് ട്രംപ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ അമേരിക്ക പറയുന്നത്, ഇപ്പം നിങ്ങൾ ഇറാനുമായിട്ട് ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 25% ടാക്സും കൂടി ഏതെങ്കിലും ഒരു രാജ്യം, അതായത് ഇപ്പോൾ യു എസിലോട്ട് എക്സ്പോർട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേലെ ഒരു 25% ടാക്സും കൂടി വെക്കും നിങ്ങൾ ഇറാനുമായിട്ട് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ എന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ദ യു എസ് ഹാസ് അനൗൺസ്ഡ് റീസെൻ്റ്ലി. സോ ഈ ഒരു ഡിസിഷൻ ഗ്ലോബൽ ട്രേഡിനെ വളരെയധികം എഫക്റ്റ് ചെയ്യും. ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റിയെ അത് വളരെയധികം എഫക്റ്റ് ചെയ്യും. ആൻഡ് നമുക്കാണെന്നുണ്ടെങ്കിൽ ഇറാനിൽ ഈ ചബഹാർ പോർട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഓക്കെ, ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഇന്ത്യൻ പ്രോജക്റ്റ്, ചബഹാർ പോർട്ട്. സോ ഇറാനിലുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് പോകാം. സോ ഇറാനിലെ ഒരു വലിയ രീതിക്കുള്ള ഒരു ഹ്യൂജ് നേഷൻ വൈഡ് പ്രൊട്ടസ്റ്റ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മില്യൺസ് ഓഫ് ഇറാനിയൻസ് അവരുടെ മെയിൻ ആയിട്ടുള്ള എല്ലാ സിറ്റീസിലും പ്രോവിൻസസിലും അവർ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ ഒരു അൺറസ്റ്റ് തുടങ്ങുന്നത് ഡിസംബറിലാണ്. 2025 ഡിസംബറിലാണ് ഈ ഒരു അൺറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് മെയിൻലി ആ ഒരു എക്കണോമിക് ഹാർഡ്ഷിപ്പ് ആയിരുന്നു അതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ. അതായത് അവിടുത്തെ സാധനങ്ങൾക്കെല്ലാം വളരെയധികം വില കൂടിയിട്ടുണ്ടായിരുന്നു ഈ ഇടയ്ക്ക്. അതായത് വളരെ ഹൈ ഇൻഫ്ലേഷനാണ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം ഇൻഫ്ലേഷനാണ്. രണ്ടാമത്തെ കാര്യം അവിടെയുള്ള യൂത്തിന് മാത്രമല്ല, അവിടെ പൊതുവെ ആൾക്കാർക്കൊന്നും ജോലിയില്ല. ഓക്കെ, അൺഎംപ്ലോയ്മെന്റ് ഒരു പ്രശ്നമാണ്. പിന്നെ അവരുടെ കറൻസി കൊളാപ്സായി, റിയാലെ കൊളാപ്സായി. സോ ഇതെല്ലാം പ്രശ്നമാണ്. ആ ഒരു എക്കണോമിക് ഹാർഡ്ഷിപ്പാണ് ശരിക്കും ഇങ്ങനൊരു അൺട്രസ്റ്റ് തുടങ്ങാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ. ഓക്കെ, സോ ശരിക്കും ഇത് തുടങ്ങിയത് ഒരു ചെറിയൊരു പ്രൊട്ടസ്റ്റ് ആയിട്ടാണ്. ഓക്കെ, അതായത് ഈ വിലക്കയറ്റം, അതേപോലെ പ്രൈസ് ആയിട്ടുള്ള ഇഷ്യൂസ്, പിന്നെ ഈ കറൻസി കൊളാപ്സ് ആവുക. സോ ഇതിനെതിരെയുള്ള ചെറിയൊരു പ്രൊട്ടസ്റ്റ് ആയിട്ട് തുടങ്ങിയത് പിന്നീട് അതൊരു വലിയൊരു ടേൺ എടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഓക്കെ, ദിസ് ഹാസ് ടേൺഡ് ഇൻ ടു എ ബ്രോഡർ ആന്റി ഗവൺമെന്റ് മൂവ്മെന്റ്. എന്നിട്ട് അവിടുത്തെ ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്നത് ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് ആണ് അവിടെ അവർ ആവശ്യപ്പെടുന്നത്. ഇറാന്റെ സെക്യൂരിറ്റി ഫോഴ്സസ് ആണെന്നുണ്ടെങ്കിൽ വളരെ വയലന്റ് ആയിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ആൾക്കാർ ക്രൗഡിനെ ഷൂട്ട് ചെയ്യുക, ഏകദേശം കറക്റ്റ് ആയിട്ടുള്ള കണക്കുകൾ വരുന്നില്ല, തൗസൻഡ്സ് ഓഫ് ആൾക്കാർ, എന്തായാലും കുറെ ആൾക്കാർ ജയിലിലിട്ടുണ്ട്, ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നിട്ടുണ്ട്. ആൻഡ് ഒരു മാസ് അറസ്റ്റാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 1500 തൊട്ടിട്ട് 2000 പേരെങ്കിലും മരിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അത് അങ്ങനെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ. സോ ഇനിയും ഇങ്ങനെ സപ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്ക ഇടപെടും എന്നാണ് അമേരിക്ക പറഞ്ഞിട്ടുള്ളത്. അമേരിക്ക മാത്രമല്ല, എനിക്ക് തോന്നുന്നു യൂറോപ്യൻ യൂണിയനിലുള്ള ചില കൺട്രീസും ഇവർക്ക് മേലെ സാങ്ഷൻസ് വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ഇറാന് മേലെ കുറെ സാങ്ഷൻസ് ഉണ്ട്. ഓക്കെ, സോ ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ മരിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രൊട്ടസ്റ്റേഴ്സ് മരിച്ചിട്ടുണ്ട്, ചില സെക്യൂരിറ്റി പേഴ്സൺസ് മരിച്ചിട്ടുണ്ട്. ആൻഡ് ഇങ്ങനെയാണ് ഈ ഒരു റൈറ്റ് ഗ്രൂപ്പ് ആൾക്കാരുടെ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഹോസ്പിറ്റൽസിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഹൺഡ്രഡ്സ് ഓഫ് ഇഞ്ചുറീസ് ആണ് എല്ലാ ദിവസവും അവിടെ അഡ്മിറ്റ് ചെയ്യുന്നത് ആൾക്കാരെ. ദെൻ ഒരുപാട് ആൾക്കാർ മരിക്കുന്നുണ്ട്. സോ ദിസ് ഇസ് വൺ ഓഫ് ദ ഡെഡ്ലിയസ്റ്റ് പ്രൊട്ടസ്റ്റ് ഇൻ മോഡേൺ ഇറാനിയൻ ഹിസ്റ്ററി. ഇതൊന്നും പോരാഞ്ഞിട്ട് അവിടെ ഇന്റർനെറ്റ് ബ്ലാക്ക് ഔട്ട് ആണ്. ഓക്കെ, അതായത് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. ആ ഒരു ഗവൺമെന്റ് ഇന്റർനെറ്റും ഫോൺ നെറ്റ്വർക്കുകളും കംപ്ലീറ്റ് ആയിട്ട് ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതായത് ആ ഒരു പ്രൊട്ടസ്റ്റിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ്, ആൾക്കാർ ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ഇറാനിയൻസ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ മസ്കിന്റെ സ്റ്റാർലിങ്ക് ആണ്, സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ആണ് അവരിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റു VPN ടൂളുകൾ ഉപയോഗിച്ചിട്ടാണ് അവരിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സ്റ്റാർലിങ്കിന്റെ പ്രവർത്തനം ഞങ്ങൾ കുറച്ചും കൂടി മെച്ചപ്പെടുത്തും, അല്ല ഐ മീൻ ഈ ഒരു പ്രത്യേകിച്ച് ഇങ്ങനൊരു സമയത്ത് ഇറാന്റെ ആൾക്കാർ ഞങ്ങളുടെ സൗകര്യം ഉപയോഗിക്കട്ടെ എന്നാണ് മസ്ക് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ എരുതിയിൽ എണ്ണയൊഴിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു സംഭവമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കയറി ഇടപെടുക എന്നുള്ളത് അവരുടെ ഒരു സ്വഭാവമാണ്. ഓക്കെ, സോ ആൾക്കാർ ഇവിടെ എന്തുകൊണ്ടാണ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ,
ഒന്ന് എക്കണോമിക് ക്രൈസിസ് ആണ്, രണ്ടാമത്തത് ആ ഒരു പൊളിറ്റിക്കൽ ഫ്രസ്ട്രേഷൻ ആണ്. ഓക്കെ, എക്കണോമിക് ക്രൈസിസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. വർഷങ്ങളായിട്ട് ഇറാന്റെ എക്കണോമി വളരെയധികം കഷ്ടപ്പാടിലാണ്, വളരെ ഒരു ഡീപ്പ് ട്രബിളിലാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ഹൈ ഇൻഫ്ലേഷൻ ആണ്, സാധനങ്ങൾക്കും അതേപോലെ ഈ എല്ലാ ദിവസവും നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പോൾ ഭക്ഷണം, പിന്നെ ഈ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഇതിനെല്ലാം വളരെയധികം വില കൂടുതലാണ് അവിടെ, വെരി ഹൈ ഇൻഫ്ലേഷൻ ആണ്. അതേപോലെ തന്നെ അവരുടെ കറൻസിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള കറൻസിയാണ്, വളരെ വീക്ക് ആയിട്ടുള്ള കറൻസി ആയിട്ട് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഈ എക്സ്പോർട്സിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഒരുപാട് സാങ്ഷൻസ് വെക്കുക, അതേപോലെ തന്നെ ഈ ബാക്കിയുള്ള ആരെങ്കിലും പുറത്തുനിന്നുള്ള ആൾക്കാർ അവിടെ കൊണ്ടുവന്ന് പൈസ ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ അതിനും അവർ സമ്മതിക്കില്ല. സോ ഇതെല്ലാം അവരുടെ ആ ഒരു ഇപ്പോൾ അവരുടെ ഒരു ഡെയിലി ലൈഫ് ഉണ്ടല്ലോ, അവിടുത്തെ ആൾക്കാരുടെ ഡെയിലി ലൈഫിന് വളരെയധികം കഷ്ടത്തിലാക്കി. ഓക്കെ, പിന്നെ ആ ഒരു പൊളിറ്റിക്കൽ ഫ്രസ്ട്രേഷനാണ്. ഓക്കെ, അതായത് ഒരുപാട് പ്രൊട്ടസ്റ്റേഴ്സ് അവർ ഒരു എക്കണോമിക് റിലീഫ് എന്നുള്ളൊരു കാര്യം മാത്രമല്ല അവർ പറയുന്നത്. ഓക്കെ, അവർ പറയുന്നത് നിങ്ങളുടെ ഗവൺമെന്റ് പോളിസീസ് കംപ്ലീറ്റ് ആയിട്ട് തെറ്റാണ്, അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ മാറ്റണം. അതായത് ആ ഒരു ഇറാന്റെ ആ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് തകരാറിലാണ് എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ആ ഒരു പൊളിറ്റിക്കൽ ഫ്രസ്ട്രേഷൻ പാർട്ടിൽ നമുക്ക് പറയാനുള്ളത്. ദെൻ ഇപ്പോൾ ഈ ഇന്റർനാഷണൽ റിയാക്ഷൻസിലോട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത്, നമ്മുടെ ട്രംപ് പറഞ്ഞത്, ഇറാൻ ഇനിയും പ്രൊട്ടസ്റ്റേഴ്സിനെ സപ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിൽ കയറി ഇടപെടും എന്നുള്ളതാണ്. ഓക്കെ, വിൽ ടേക്ക് സ്ട്രോങ് ആക്ഷൻ എന്നുള്ളതാണ് അമേരിക്ക പറഞ്ഞിട്ടുള്ളത്. യു കെയും അതേപോലെ മറ്റ് യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളും പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾ ഇറാന്റെ ലീഡേഴ്സിന് മേലെ പുതിയ സാങ്ഷൻസ് വെക്കുന്നതായിരിക്കും, ഇറാന്റെ മെയിൻ കീ സെക്ടേഴ്സിലും ഞങ്ങൾ സാങ്ഷൻസ് വെക്കുന്നതായിരിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ വയലൻസ് സപ്രഷൻ നിങ്ങൾ തുടരുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇറാൻ ലീഡേഴ്സ് പറയുന്നത് ഫോറിൻ കൺട്രീസ് ഇതിൽ കയറിയിട്ട് ഇടപെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. സോ ഇവരാണ് ഇതിൽ ഇടയിൽ ഇന്റർഫിയർ ചെയ്തിട്ട് ആ ഒരു അൺട്രസ്റ്റിനെ എൻകറേജ് ചെയ്യുന്നത് പുറത്തുനിന്നുള്ള ആൾക്കാരാണെന്നാണ് ടെഹ്റാൻ പറയുന്നത്. ടെഹ്റാൻ അതായത് ഇറാന്റെ മെയിൻ ലീഡേഴ്സ് പറയുന്നത്. സോ ഇത് പറഞ്ഞിട്ടാണ് ഈ ടെഹ്റാൻ അവരുടെ ആ ഒരു ഹാർഷ് റെസ്പോൺസിനെ അവർ ജസ്റ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഇറാനിയൻ ഗവൺമെന്റ് പറയുന്നത്, അല്ലെങ്കിൽ ഇറാനിയൻ ഒഫീഷ്യൽസ് പറയുന്നത്, ഈ പ്രൊട്ടസ്റ്റേഴ്സ് അവര് തീവ്രവാദികളാണ്, അവര് ടെററിസ്റ്റ് ആണെന്നുള്ളതാണ്. ഓക്കെ, സോ അവര് ഈ തീവ്രവാദികൾ അവരുടെ നേഷനെതിരെയുള്ള ആ ഒരു ക്യാമ്പയിൻ ആയിട്ടാണ് അവർ ഇതിനെ കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്താലും നമ്മൾ അതിനെ അടിച്ചമർത്തുന്നതായിരിക്കും എന്നുള്ളൊരു സ്റ്റാൻഡാണ് ഇറാൻ എടുക്കുന്നത്. ഓക്കെ, വി വിൽ ജസ്റ്റിഫൈ ദിസ് ആക്ഷൻസ് എന്നുള്ള ഒരു സ്റ്റാൻഡാണ്. ഓക്കെ, ആസ് നെസസറി ടു മെയിൻറ്റെയിൻ ദി ഓർഡർ എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. സോ ഇത് എന്തുകൊണ്ടാണ് മാറ്റർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഒരു സിറ്റുവേഷൻ ദിസ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർ സെവറൽ റീസൺസ്. ഒന്ന്, ഒരുപാട് ആൾക്കാർ ഇവിടെ മരിക്കുന്നുണ്ട്. പിന്നെ ഈ കമ്മ്യൂണിക്കേഷൻ റെസ്ട്രിക്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും അത് ശരിയല്ല. ഓക്കെ, അതായത് ഒന്ന് ഹ്യൂമൻ റൈറ്റ് കൺസേൺസ് ഇവിടെ ഉണ്ട്. രണ്ടാമത്തത് റീജിയണൽ സ്റ്റെബിലിറ്റി ആണ്. ഇപ്പോൾ ടെൻഷൻസ് ബിറ്റ്വീൻ ദിസ് ഇറാൻ, അതേപോലെ അമേരിക്ക, പിന്നെ ഇവരുടെ അലൈസ്, ഇതെല്ലാം ഇപ്പോൾ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ചെറിയ എന്തെങ്കിലും ഒരു ട്രിഗറും കൂടി വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു വേൾഡ് വാറിലോട്ട് പോകും. പിന്നെ നമ്മളിപ്പോൾ ഗ്ലോബൽ എക്കണോമിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇറാനിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നാലും അത് ഗ്ലോബലി ഓയിൽ മാർക്കറ്റിനെ വളരെയധികം എഫക്റ്റ് ചെയ്യും. ഓക്കെ, ദിസ് അൺസർട്ടനിറ്റി ഇൻ ഇറാൻ, ഇറ്റ് ക്യാൻ എഫക്ട് ദിസ് ഗ്ലോബൽ ഓയിൽ മാർക്കറ്റ്. സോ ഇറാനിലുള്ള ഈ ഒരു പ്രൊട്ടസ്റ്റ് തുടങ്ങിയത് അവരുടെ ആ ഒരു എവറിഡേ ലൈഫ് ഒത്തിരി ഹാർഡ് ആവുന്നു, അവരുടെ എക്കണോമി കാരണം എന്ന് വെച്ചിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ചെറിയൊരു പ്രൊട്ടസ്റ്റ് പിന്നീട് അത് വലിയൊരു ടേൺ ആണ് എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടത് ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് ആണ്. ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ ഇവിടെ മരിക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാരെ പിടിച്ച് അകത്തിടുന്നുണ്ട്. ഓക്കെ, സോ ഇന്റർനെറ്റ് അവര് ഷട്ട് ഡൗൺ ചെയ്യുകയാണ്. അതേപോലെ തന്നെ ദി കൺട്രീസ് അറൌണ്ട് ദ വേൾഡ് ദേ ആർ വാച്ചിങ് ആൻഡ് റിയാക്ടിങ് ഫോർ ദിസ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. അപ്പോൾ ഇറാൻ്റെ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇറാനുമായിട്ടുള്ള എന്തൊരു ട്രേഡ് നമ്മൾ ചെയ്താലും നമുക്ക് മേലെ 25% ടാക്സ് തരും എന്നാണ് അമേരിക്ക പറയുന്നത്. സോ ഈ ഒരു പുതിയ US-ന്റെ ഈ ഒരു ട്രേഡ് മെഷർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതാണ് നമ്മുടെ ടോപ്പിക്ക്. സോ അമേരിക്ക പറഞ്ഞത്, ഏത് രാജ്യവും ഇറാനുമായിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏത് തരത്തിലുള്ള ബിസിനസ്സും ആയിക്കോട്ടെ, ചിലപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാവാം, ബാങ്കിങ് ആയിട്ടാവാം, ഓയിൽ ആവാം, ഗ്യാസ് ആവാം, ഷിപ്പിംഗ് ആവാം. സോ ഇന്നതൊന്നുമില്ല, നിങ്ങൾ അമേരിക്കയിലോട്ട് എന്തെങ്കിലും ഒരു സാധനം എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മേലെ 25% ടാക്സ് വെക്കുന്നതായിരിക്കും നിങ്ങൾ ഇറാനുമായിട്ട് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇതാണ് അമേരിക്ക പറഞ്ഞത്.
സോ ടാരിഫ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാലോ, ആ ഒരു എക്സ്ട്രാ ടാക്സ്, ഇമ്പോർട്ടഡ് ഗുഡ്സിന് മേലെ വയ്ക്കുന്ന എക്സ്ട്രാ ടാക്സിനെയാണ് നമ്മൾ ടാരിഫ് എന്ന് പറയുക. സോ ഇന്ത്യൻ ഗുഡ്സ് അമേരിക്കൻ മാർക്കറ്റ് എൻ്റർ ആവുന്ന സമയത്ത് എന്താവും, ഇത്ര ടാക്സ് കൂടുതൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓൾറെഡി ഞാൻ പറഞ്ഞില്ല 50% ടാക്സ് ഉണ്ട് ഇപ്പോൾ നമുക്ക് നിലവിൽ. 500% ടാക്സ് ഒക്കെ ആക്കുന്ന അയാൾ പറയുന്നുണ്ട്. അങ്ങനെയും കൂടി ആക്കണമെന്നുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു കോമഡി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഗുഡ്സ് എക്സ്പെൻസീവ് ആവും, അത് ലെസ് കോമ്പറ്റേറ്റീവ് ആവും. സോ ഇതൊരു ഫോം ഓഫ് എക്കണോമിക് പ്രഷർ ആണല്ലേ, ഒരു ഡയറക്ട്ലി ഉള്ള ഒരു മിലിറ്ററി ആക്ഷൻ അല്ല, ദിസ് ഇസ് എ കൈൻഡ് ഓഫ് എക്കണോമിക് പ്രഷർ. സോ എന്തുകൊണ്ടാണ് അമേരിക്ക ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമേരിക്ക പറയുന്നത് ഇറാൻ ന്യൂക്ലിയർ കേപ്പബിലിറ്റീസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ വളരെ ഭീകരമായിട്ടുള്ള ന്യൂക്ലിയർ വെപ്പൺസ് അവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അമേരിക്ക പറയുന്നത്. അതേപോലെ തന്നെ അമേരിക്കയ്ക്കെതിരെ നിൽക്കുന്ന, അമേരിക്കയ്ക്കും അമേരിക്കയുടെ അലൈസിനും എതിരെ നിൽക്കുന്ന ചില തീവ്രവാദ സംഘടനകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇറാൻ. ഓക്കെ, അതേപോലെ വെസ്റ്റ് ഏഷ്യൻ സ്റ്റെബിലിറ്റിയെ കംപ്ലീറ്റ് ആയിട്ട് ത്രട്ടൺ ചെയ്യുന്നത് ഇറാനാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ അടുത്തിടയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ, ഇപ്പോൾ ഇറാന്റെ മേലെ അമേരിക്ക ബോംബിട്ടിട്ട് അവരുടെ മെയിൻ ആയിട്ടുള്ളൊരു കമാൻഡറിനെ അമേരിക്ക തട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. അമേരിക്ക ആണോ ഇസ്രായേലാണോ, ഇതിലേതോ ഒരാളാണ് എന്തായാലും. സോ ഒരു ഡയറക്റ്റ് വാറിലോട്ട് പോകുന്നതിനേക്കാളും ഒരു US ഇവിടെ എടുക്കുന്നത് ആ ഒരു സാങ്ഷൻസ് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഡയറക്റ്റ് വാറിലോട്ടല്ല അവർ പോകുന്നത്, അമേരിക്ക ഉപയോഗിക്കുന്നത് സാങ്ഷൻസ് ആണ്. അതേപോലെ തന്നെ ട്രേഡ് റെസ്ട്രിക്ഷൻസ് ഒരു രാജ്യത്തിന് മേലെ വെക്കുക, ടാരിഫ് വെക്കുക. സോ ഈ ഒരു സ്ട്രാറ്റജിയെ നമ്മൾ വിളിക്കുക എക്കണോമിക് കോവേഷൻ എന്നാണ് ഈ ഒരു സ്ട്രാറ്റജിയെ നമ്മൾ വിളിക്കുക, അല്ലെങ്കിൽ മാക്സിമം പ്രഷർ പോളിസി എന്നും കൂടി നമ്മൾ ഇതിനെ പറയും. ഓക്കെ, ഇതൊക്കെയാണ് മെയിനായിട്ട് അമേരിക്ക ഇത് ചെയ്യാനുള്ള കാരണങ്ങൾ. സോ നമുക്കിത് എന്തുകൊണ്ടാണ് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇന്ത്യക്ക് ഇറാനിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു ചില ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ, ഒന്ന് ഓഫ് കോഴ്സ് എനർജി സെക്യൂരിറ്റി ആണ്. അതായത് ഇറാന്റെ കയ്യിൽ നമുക്കറിയാം വളരെ വലിയ ആ ഒരു ഹ്യൂജ് ഓയിൽ ആൻഡ് ഗ്യാസ് റിസർവ്സ് ഉള്ള ഒരു സ്ഥലമാണ് ഇറാൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പണ്ട് തൊട്ട് ഇറാനുമായിട്ട് നമ്മൾ വലിയ കുഴപ്പമില്ലാത്ത ഒരു ബന്ധത്തിലാണ്. ഓക്കെ, സോ ഇറാൻ നമുക്ക് പൊതുവേ വളരെ ചീപ്പായിട്ട് വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു ഓയിൽ സപ്ലയർ ആണ് ഇന്ത്യക്ക് ഇറാൻ എന്ന് പറയുന്നത്. പേയ്മെന്റ്സ് എല്ലാം വളരെ ഫ്ലെക്സിബിൾ ആണ്, ഷിപ്പിംഗ് കോസ്റ്റ് വളരെ കുറവാണ്. സോ അമേരിക്കയുടെ ഈ ഒരു പ്രഷർ കാരണം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇറാന്റെ അടുത്ത് നിന്ന് ഓയിൽ ഇപ്പൊ വാങ്ങിക്കുന്നില്ല. ഇന്ത്യ സ്റ്റോപ്ഡ് ഇമ്പോർട്ടിങ് ദിസ് ഇറാനിയൻ ഓയിൽ. അപ്പോ എന്താവും, ഇറാന്റെ ഇപ്പൊ ഇന്ത്യ ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു മറ്റ് സോഴ്സസ്, വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള മറ്റ് സോഴ്സസിന്റെ അടുത്തു നിന്നാണ് നമ്മൾ ഇപ്പോൾ ഓയിൽ വാങ്ങിക്കുന്നത്. സോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് ഇൻഫ്ലേഷൻ കൂടും. ഓക്കെ, ഇൻഫ്ലേഷൻ വരും. അതേപോലെ തന്നെ ഇമ്പോർട്ട് ബില്ല് അത് ഇൻക്രീസ് ആവും. അതേപോലെ ഈ ഫോറിൻ എക്സ്ചേഞ്ചിന് മേലെ പ്രഷർ ഉണ്ടാവും. ഓക്കെ, ഇതെല്ലാം പ്രശ്നത്തിലാണ്. ഇവിടെ പ്രശ്നത്തിലാവുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ ഇൻട്രസ്റ്റ്. നമുക്ക് അവിടെ ചബഹാർ പോർട്ട് ഉണ്ട്. ഓക്കെ, ദിസ് ഇസ് എ ബിഗസ്റ്റ് സ്ട്രാറ്റജിക് ഇഷ്യൂ. അതായത് ചബഹാർ പോർട്ട് എന്നുള്ളത് ഇത് ഉള്ളത് ഇറാനിലാണ്, ഇത് ഉണ്ടാക്കിയത് ഇന്ത്യയാണ്. സോ ഇത് ഉണ്ടാക്കാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈസി ആയിട്ട് അഫ്ഗാനിസ്ഥാനിലോട്ടും അതേപോലെ ഈ സെൻട്രൽ ഏഷ്യൻ റീജിയൻസിലോട്ടെല്ലാം നമുക്ക് ഈസി ആയിട്ടുള്ള ആക്സസ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പാകിസ്ഥാനിലൂടെ പോകണ്ട. ഓക്കെ, അതാണല്ലോ നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് അതാണ്. അതായത് നമുക്ക് പാകിസ്ഥാനിലൂടെ പോവാണ്ട് നമുക്ക് അഫ്ഗാനിസ്ഥാനിലോട്ടും സെൻട്രൽ ഏഷ്യയിലോട്ടും ഒക്കെ കടക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഈ ഒരു ഇറാന്റെ ആ ഒരു പ്രത്യേകിച്ച് ചബഹാർ പോർട്ടിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്നുള്ളത്. സോ ഇതെന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആവുന്നതെന്ന് ചോദിച്ചാൽ, ചൈനയ്ക്ക് പാകിസ്ഥാനിൽ ഗ്വാഡാർ പോർട്ട് ഉണ്ട്. ഓക്കെ, ചൈനയ്ക്ക് ഗ്വാഡാർ പോർട്ട് ഉണ്ട് പാകിസ്ഥാനിൽ. സോ അതിനെ കൗണ്ടർ ചെയ്യാനും ഇത് വളരെയധികം നമ്മളെ സഹായിക്കും. അതേപോലെ തന്നെ ഇന്ത്യയുടെ ട്രേഡിനെ ഇത് വളരെയധികം ഇന്ത്യയുടെ ട്രേഡിന് വളരെയധികം ഉപകാരപ്രദമാണ്. അതേപോലെ തന്നെ വളരെ സ്ട്രാറ്റജിക് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഈ ഒരു കണക്ടിവിറ്റി പ്രോജക്ട്സ് ഉണ്ടല്ലോ, INSTC പോലെയുള്ള കണക്ടിവിറ്റി പ്രോജക്ട്സിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ INSTC എന്നുള്ളത് ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ ആണ്. ഇതൊരു മൾട്ടി മോഡൽ നെറ്റ്വർക്ക് ആണ്. ഓക്കെ, ഇവിടെ കടൽ മാർഗവും സീയും റെയിലും റോഡും ഇങ്ങനെ ഒരുപാട് റൂട്ടുകളുണ്ട്. ആൻഡ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു എയിം, ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു എയിം എന്തിനാന്ന് വെച്ചാൽ ട്രേഡ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഇന്ത്യയും ഇറാനും റഷ്യയും സെൻട്രൽ ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള ആ ഒരു ട്രാൻസ്പോർട്ട്, ആ ഒരു ടൈം കുറയ്ക്കാനും കൂടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ട്രഡീഷണൽ റൂട്ടുകൾ ഉണ്ടല്ലോ, ഈ സ്യൂസ് കനാലൊക്കെ വഴി പോകുന്ന സമയത്ത് കുറേ സമയം എടുക്കും. സോ അതെല്ലാം നമുക്ക് കട്ട് ഷോർട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു INSTCയിലൂടെ. സോ ഇന്ത്യൻ ഓഷ്യനെയും അതേപോലെ പേർഷ്യൻ ഗൾഫിനെയും കാസ്പിയൻ സീയു ആയിട്ടും നോർത്തേൺ യൂറോപ്പുമായിട്ടും ഇത് കണക്ട് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാൻസിറ്റ് ടൈമും കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ സാധനങ്ങളുടെ വിലയും കുറയും.
ഓക്കെ, സോ ഇതുപോലെയുള്ള കണക്ടിവിറ്റി പ്രോജക്ട്സ്, INSTC പോലെയുള്ള കണക്ടിവിറ്റി പ്രോജക്ട്സിനെ ബൂസ്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കും ഈ ഒരു ചബഹാർ പോർട്ട്. ഓക്കെ, സോ US-ന്റെ ഈ ഒരു ടാരിഫ് ഇവിടെ ഒരു വലിയൊരു ത്രെട്ടാണ് നമ്മുടെ മേലെ വെക്കുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ക്രിയേറ്റ്സ് ദിസ് അൺസർട്ടനിറ്റി. സോ ഇന്ത്യൻ കമ്പനീസ് വളരെയധികം പേടിക്കുന്നുണ്ട്. അതായത് ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത പെനാൾട്ടീസ് നമ്മുടെ മേലെ വെക്കും. അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റും നമ്മുടെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റും ഇവിടെ സ്ലോ ഡൗൺ ആവുകയാണ് ചെയ്യുക. സോ ദിസ് ഇസ് എ സ്ട്രാറ്റജിക് ഡിലെമ ഫോർ ഇന്ത്യ. സോ ഇത് നമുക്ക് വലിയൊരു തലവേദനയാണ്. ഓക്കെ, ഇന്ത്യയുടെ ആ ഒരു ഡിപ്ലോമാറ്റിക് ചാലഞ്ചിനെ പറ്റിയിട്ട് നമ്മൾ പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഫേസ് ചെയ്യുന്നത് ഇന്ത്യ നൗ ഫേസസ് എ ബാലൻസിങ് ആക്ട്. അതായത് ഒരു സൈഡിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായിട്ടുള്ള സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എത്രയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിലും അവർ നമുക്ക് പണി തരിക തന്നെ ചെയ്യും. ഓക്കെ, ഇന്ത്യ എപ്പോഴും അമേരിക്കയ്ക്ക് ഒരു ഭീഷണിയാണ്. ഓക്കെ, ഫ്യൂച്ചറിലെ ഭീഷണി തന്നെയാണ്. അതുകൊണ്ടാണ് അമേരിക്ക എത്രത്തോളം കാര്യങ്ങൾ ടൈറ്റ് ആക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ നമ്മളെ കണക്കാക്കുക പോലും ഇല്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ട്രേഡ് ആണെന്നുണ്ടെങ്കിലും ടെക്നോളജി ആണെന്നുണ്ടെങ്കിലും ഡിഫൻസ് കോഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിലും ഈ അമേരിക്കയായിട്ടുള്ള ബന്ധം നമുക്ക് ആവശ്യമാണ്. ഓക്കെ, സോ അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. ഇതൊരു സൈഡ്. മറ്റേ സൈഡിൽ ഇറാനിലുള്ള ഒരു ലോങ് ടേം ഇൻട്രസ്റ്റ് ആണ്. നമ്മുടെ എനർജി സെക്യൂരിറ്റി നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വില കുറവിൽ സാധനം ഇവിടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ആ ഒരു റീജിയണൽ കണക്ടിവിറ്റി ആണ്. ഓക്കെ, നമുക്ക് വളരെയധികം ആ ഒരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ലൊക്കേഷനാണ് ഇറാൻ എന്ന് പറയുന്നത്. സോ ഇതാണ് വേറൊരു സൈഡ്. സോ ഇന്ത്യയുടെ അപ്രോച്ച് എന്ന് പറയുന്നത് ഇവിടെ ആ ഒരു സ്ട്രാറ്റജിക് ഓട്ടോണമി ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഓപ്പൺ ആയിട്ട് അമേരിക്കനെ വെല്ലുവിളിക്കാതിരിക്കുക. ഓക്കെ, ഓപ്പൺലി അവരെ കൺഫ്രണ്ട് ചെയ്യാതിരിക്കുക. പിന്നെ ആ ഒരു നെഗോസിയേഷൻസ് നെഗോഷിയേറ്റ് ചെയ്യുക. ഓക്കെ, ഈ എക്സംഷൻസ് എവിടെയൊക്കെ കിട്ടുമോ അവിടെയൊക്കെ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഓപ്പൺ ആയിട്ട് നമുക്ക് അവർ വേണ്ട ഇവർ വേണ്ട എന്ന് അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാൻ ഇവിടെ പറ്റില്ല. ദെൻ ഈ ഒരു ചബഹാർ പോർട്ട് ഈ ഒരു ചബഹാർ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഓൺ ബേസിക്കലി മെയിൻലി ഓൺ ദിസ് കണ്ടിന്യൂ ചബഹാർ ഓൺ ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് റീജിയണൽ സ്റ്റെബിലിറ്റി ഗ്രൗണ്ട്സ്. സോ കൺക്ലൂഷനായിട്ട് നമുക്കിവിടെ പറയാനുള്ളത് ഈ അമേരിക്കയുടെ 25% ടാരിഫ് എന്നുള്ളത് ഇതൊരു ടൂളാണ്. ഓക്കെ, ആ ഒരു എക്കണോമിക് പ്രഷറിന് വേണ്ടിയിട്ട് അവർ ഇടുന്ന ഒരു ടൂളാണ് ഈ ഒരു 25% ടാരിഫ് നമുക്ക് തരിക എന്നുള്ളത്. ഇത് ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റിയെയും നമ്മുടെ ട്രേഡിനെയും നമ്മുടെ ചബഹാർ പോർട്ടിനെയും വളരെയധികം എഫക്റ്റ് ചെയ്യും. ഓക്കെ, ചബഹാർ പോർട്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഒരു വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ചബഹാർ. സോ ഇതിനെല്ലാം വളരെ നെഗറ്റീവായിട്ട് ഇത് ബാധിക്കും. സോ ഇവിടെ നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത് എന്താണ്? നാഷണൽ ഇൻട്രസ്റ്റ് നമ്മൾ ബാലൻസ് ചെയ്യണം, ഗ്ലോബൽ ഡിപ്ലോമസി നമ്മൾ ബാലൻസ് ചെയ്യണം, ആ ഒരു സ്ട്രാറ്റജിക് ഓട്ടോണമി നമ്മൾ ബാലൻസ് ചെയ്യണം. സോ ഇത് ഈ ഒരു ഇഷ്യൂ കാണിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു ജിയോ പൊളിറ്റിക്സും ട്രേഡും നാഷണൽ ഇൻട്രസ്റ്റും എത്രത്തോളം ഡീപ്ലി ഇത് കണക്റ്റഡ് ആണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, UPSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ എക്കണോമിക് സാങ്ഷൻസും സ്ട്രാറ്റജിക് ഓട്ടോണമിയും എനർജി സെക്യൂരിറ്റിയും ചബഹാർ പോർട്ടും വെസ്റ്റ് ഏഷ്യയുടെ ജിയോ പൊളിറ്റിക്സ് എല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കീപ് ദാറ്റ് ഇൻ മൈൻഡ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നാളെ വേറൊരു ടോപ്പിക്കുമായിട്ട് വരാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.